ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ വൈകുന്നേരം ചായക്കോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പൊ ഞാൻ മുട്ടയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. മുട്ടയുടെ കുക്കിങ്ങിന് ടൈം എത്രയാണെന്ന് അറിയാം. കറക്റ്റ് മുട്ട കുക്ക് ആവേണ്ടത് 10 മിനിറ്റ് ആണ് കേട്ടോ. അപ്പൊ മുട്ട തിളച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മുട്ട കറക്റ്റ് വേവായിരിക്കും. വേവ് കൂടി കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞയുടെ പുറംഭാഗമൊക്കെ ഒന്ന് കറുപ്പായിട്ട് വരും കേട്ടോ. മുട്ടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ വേവ് കൂടാതെ നമ്മൾ എപ്പോഴും മുട്ട പാകത്ത് വേവിൽ തന്നെ പുഴുങ്ങിയെടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞാനിവിടെ 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ ഇത്. കഴുകിയെടുത്തതിന് ശേഷമാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കംപ്ലീറ്റ് ഊറ്റി കളഞ്ഞിട്ട് അരിപ്പയിൽ ഊറ്റി വെച്ചിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോഴേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന വെള്ളത്തിന് കറക്റ്റ് അളവായിരിക്കും കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിക്ക് നമ്മൾ 1/2 കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത്. അതും കറക്റ്റ് അളവാണ്. ഇപ്പൊ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നോക്കിയിട്ട് ആദ്യം ഒരു 1/3 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരി അത്യാവശ്യം വെള്ളം കൂറ്റി കളഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ ഞാനൊരു 1/3 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 1/4 കപ്പ് അളവാണ് കേട്ടോ വെള്ളത്തിന്റെ അളവ്. നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് മാവ്. അപ്പൊ അതാണ് ഞാൻ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. വെള്ളത്തിന്റെ അളവ് അതായത് നമ്മൾ മാവ് ലൂസായി പോയാലും ഒരുപാട് തിക്കായി പോയാലും അത്രക്ക് നന്നാവില്ല കേട്ടോ. അപ്പം നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിയിൽ തന്നെ വേണം. അപ്പൊ ആ ഒരു കറക്റ്റ് വെള്ളം ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള അളവ്. പിന്നെ ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇത്ര മാത്രം മതി. അപ്പൊ കണ്ടല്ലോ കട്ടിയുള്ള ഒരു മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ അടച്ചു വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് വരെ ഈ മാവ് വെച്ചാൽ മതി. ഉടനെ തന്നെ ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു റെഡിയാക്കുന്ന സമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊന്ന് കുക്കായി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിൽ ചൂടുള്ള വെള്ളം കളഞ്ഞിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മുട്ടയ്ക്ക് കംപ്ലീറ്റ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാല ഒന്ന് പച്ചമണം മാറിയിട്ട് വരണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊടികൾ മാത്രമാണ് പെട്ടെന്ന് തന്നെ കയ്പ്പ് രസം വരും കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പൊ നല്ല തീ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുട്ടയൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ ഈ ഒരു മസാലയുള്ള ഓയിലിലേക്ക് തന്നെ നമ്മളിതാ ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ സാധാരണ ഈ ഒരു റെസിപ്പിയിൽ ഇത് കണ്ണൂർ ഭാഗത്തുള്ള ഒരു തട്ടുകടയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതാണ്. കൂടോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഞാൻ. അപ്പൊ അതിൽ പച്ച സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ സവാള വെറുതെ കഴിക്കാൻ കുട്ടികൾക്കൊന്നും ഒരുപാട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പൊ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരു സവാളയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് പോയി കിട്ടിയാൽ മതി. അപ്പൊ അതുവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആ ഒരു റെസിപ്പിയിൽ പച്ച സവാളയും അതുപോലെ പച്ചമുളക് അരിഞ്ഞതും അതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ കുരുമുളക് പൊടിയും അതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഞാൻ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മസാലയും മുട്ടയും ഒക്കെ അവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത് കണ്ണൂരുകാരുടെ സ്പെഷ്യൽ അപ്പം തന്നെയാണ് മുട്ടയപ്പം. അപ്പൊ നമുക്കിനി മുട്ടയപ്പത്തിനുള്ള മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മുട്ടയപ്പം പൊരിച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മുട്ടയപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുട്ടയപ്പം നന്നാവില്ല കേട്ടോ. അപ്പൊ ഞാനിതാ എണ്ണ ചൂടായി വന്നതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കാരണം സാവധാനമുള്ളത് പൊങ്ങി വരിക. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം.
എന്നിട്ട് ഇതുപോലെ പൊങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ പൊങ്ങി വന്ന് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പൊ എപ്പോഴും നമ്മൾ തീ നന്നായിട്ട് മുട്ടയപ്പം ചുടുന്ന സമയത്ത് തീ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ അപ്പം ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. എന്നിട്ട് ഇപ്പൊ നല്ല ചൂടിലാണല്ലോ എണ്ണ ഇരിക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ എന്താ ചെയ്യുക, അടുത്തത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക്, ഇത് പൊങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക കേട്ടോ. അപ്പൊ പൊങ്ങി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മുട്ടയപ്പം അല്ലെങ്കിൽ മുട്ട സുർക്ക റെഡിയാക്കി എടുക്കുക കേട്ടോ. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ തന്നെയാണല്ലേ ഇത്. അപ്പോൾ ഇത് നമുക്കിനി മസാല ഇല്ലാതെ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഇത് ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാലേ ഉള്ളൂ നന്നായിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതായത് നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അളവില്, അതായത് 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചോറും ഇത് വെച്ചിട്ട് ഒരു 6 മുട്ടയപ്പം, 6 7 മുട്ടയപ്പം ഉള്ളോട്ടോ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു വലിപ്പത്തിലുള്ളത്. വലിപ്പത്തിനനുസരിച്ചിട്ട് എണ്ണത്തിന്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പറഞ്ഞത്. 6 7 അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതാ നമ്മൾ മുട്ടയപ്പത്തിന് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല വീർത്ത് തന്നെ ഇരിക്കും കേട്ടോ. മുട്ട പോലെ തന്നെയാണ് മുട്ടയപ്പം ഉള്ളത്. അപ്പൊ ഇതുപോലെ വീർത്ത് വന്നിട്ടുള്ള ഈ ഒരു മുട്ടയപ്പത്തിന് നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ആദ്യം കുറച്ച് സവാളയുടെ ആ ഒരു മസാല ഉണ്ടല്ലോ വഴറ്റിയെടുത്തിട്ടുള്ളത്, അത് 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയെ ആ ഒരു തട്ടുകടയിൽ ചെയ്യുന്നത് ഒരു മുട്ട ഫുള്ളായിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കുന്നില്ല, മുട്ടയെ 2 ആക്കിയിട്ടാണ് കേട്ടോ. ഒരു പകുതി മുട്ടയുള്ള വെച്ച് കൊടുക്കുന്നത്, കുറച്ച് കൂടുതൽ മസാല വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ പകുതി മുട്ട ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ മസാല ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലക്ക് പകരമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പച്ച സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇതിന്റെ ഉള്ളിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും. അപ്പൊ ഞാനിതാ ഈ ഒരു മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം പച്ചമുളക് കുട്ടികൾക്ക് എരിയുമല്ലോ കടിക്കുന്ന സമയത്ത്. അപ്പൊ വലിയവർക്ക് ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഇതുപോലെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കൂടോത്രം. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.